സാർ, ഇന്ത്യയിലെ തന്നെ പ്രമുഖമായ ഒരു യൂണിവേഴ്സിറ്റിയാണല്ലോ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. അവിടെ ഇപ്പോൾ ഹിന്ദുമതം പഠിപ്പിക്കാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. എന്താണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ? അത് വളരെ വൈകിയാണെങ്കിലും അങ്ങനെയൊരു നല്ല തുടക്കം ഇപ്പോൾ വന്നു. കാരണം അവിടെ ഹിന്ദുമതം മാത്രമല്ല, ബുദ്ധമതം, ജൈനമതം അവയും പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ നോട്ടിഫിക്കേഷനും ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം. ഇത് പുതിയ വിദ്യാഭ്യാസ നയം 2020 വന്നല്ലോ. അങ്ങനെ ഭാരതീയമായ വിജ്ഞാനം അതുകൂടി ഇണക്കി ചേർത്തുകൊണ്ട് ഉള്ള പഠനം, അതാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിലൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ സെൻറ്റർ ഫോർ ഹിന്ദു സ്റ്റഡീസ്, സെൻറ്റർ ഫോർ ജെയിൻ സ്റ്റഡീസ്, സെൻറ്റർ ഫോർ ബുദ്ധിസ്റ്റ് സ്റ്റഡീസ്, അങ്ങനെ 3 കേന്ദ്രങ്ങൾ, 3 വകുപ്പുകൾ അവിടെ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ 2020 ഈ പുതിയ വിദ്യാഭ്യാസ നയം വന്നത് തന്നെ അതുവരെയുള്ളതിൽ ഈ ദേശീയ വിരുദ്ധമായ പല കാഴ്ചപ്പാടുകളുമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റാനായിട്ടൊരു സമിതിയെ വെച്ചിരുന്നു. ആ സമിതി ശുപാർശ ചെയ്തതാണ് സർവകലാശാലയുടെ കരിക്കുലത്തിൽ ഇതൊക്കെ. ഇപ്പോൾ JNUവിൻ്റെയും കരിക്കുലത്തിൽ ഇതൊക്കെ കൂട്ടിച്ചേർക്കാൻ, സംയോജിപ്പിക്കാൻ, ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. മെയ് 29 ചേർന്ന JNUവിൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗത്തിൽ ഈ തീരുമാനം എടുത്തിരുന്നു. ഇപ്പോൾ 12 ആണ് വിജ്ഞാപനം. പിന്നെ അവിടെ ഈ 3 സെൻറ്ററുകളും, സെൻറ്റർ ഫോർ ഹിന്ദു സ്റ്റഡീസ്, ബുദ്ധിസ്റ്റ് സ്റ്റഡീസ്, ജെയിൻ സ്റ്റഡീസ്, ഇത് 3ഉം സ്കൂൾ ഓഫ് സാൻസ്ക്രിറ്റ് ആൻഡ് ഇൻഡിക് സ്റ്റഡീസ് എന്ന് പറഞ്ഞ വകുപ്പിൻ്റെ കീഴിലായിരിക്കും. അപ്പോൾ സ്കൂൾ ഓഫ് സാൻസ്ക്രിറ്റ് ആൻഡ് ഇൻഡിക് സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു അംബ്രല്ല ഇതിൻ്റെ മുകളിൽ ഉണ്ട് എന്നർത്ഥം. അപ്പോൾ സംസ്കൃതത്തിനും ഇന്ത്യ സംബന്ധിയായ, അതാണ് ഇൻഡിക് എന്ന് പറയുന്നത്, ഇന്ത്യ സംബന്ധിയായ പഠന ഗവേഷണങ്ങൾക്കുമൊക്കെയുള്ള മൊത്തമുള്ള ഒരു വകുപ്പിൻ്റെ 3 ശാഖകളായിട്ടാണ് ഈ ഹിന്ദുമതം, ബുദ്ധമതം ഇതൊക്കെ പഠിപ്പിക്കാനുള്ള. ഇത് അക്കാദമിക് രംഗത്തൊക്കെ പണ്ഡിതർക്ക് വലിയ താല്പര്യമുള്ള വിഷയമാണ് ഹിന്ദുമതം എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. ആഗോളമായി തന്നെ ഭാഷാ പണ്ഡിതരും ശാസ്ത്രജ്ഞന്മാരും ഇൻഡോളജി എന്ന് പറഞ്ഞൊരു ശാഖ തന്നെ പല യൂണിവേഴ്സിറ്റികളിലും ഇന്ത്യക്ക് പുറത്തുണ്ട്. എന്നിട്ടാണ് ഇന്ത്യയിൽ ഈ ഹിന്ദുമതം വലിയ തോതിലൊന്നും ഇതുവരെ പഠിപ്പിക്കാതെ കടന്നിരിക്കുന്നത്. പക്ഷേ ഇസ്ലാമിക് സ്റ്റഡീസ് എല്ലായിടത്തും ഉണ്ട്. അറബിക്ക് ഉണ്ട്. ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ ഒരു വകുപ്പ് JNUവിൽ ഓൾറെഡി ഉണ്ട്. അറബിക്കിൽ MA ഉണ്ട്. ഇപ്പോൾ ഈ ഹിന്ദു മതം ഇതിൽ ഒക്കെ MA കോഴ്സാണ്. അത് കഴിഞ്ഞ് അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സും വരുമായിരിക്കും. ഈ സംഗതികൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ബുദ്ധിസ്റ്റ് സ്റ്റഡീസ് ഉണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്. MA കോഴ്സാണ്. BA കോഴ്സ് വരാൻ പോകുന്നു. ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് 35 കോടി രൂപ കേന്ദ്രം കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഇൻ ബുദ്ധിസം എന്ന് പറഞ്ഞൊരെണ്ണം തുടങ്ങാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരു സെൻറ്റർ തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ യുവാക്കൾ നമ്മുടെ മതം, സമൂഹങ്ങൾ, സന്യാസ സമൂഹങ്ങൾ, ചരിത്രം, സംസ്കാരം, നമ്മുടെ ഭാരതീയ സംസ്കൃതി, ഇതിനെ സംബന്ധിച്ചൊക്കെ അറിയേണ്ട ആവശ്യമുണ്ട് എന്നുള്ള കാഴ്ചപ്പാടിൽ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാവുന്നതുപോലെ ഈ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും പ്രാധാന്യമില്ലാതെ ഒരു രാഷ്ട്രീയ ക്യാമ്പസൊക്കെ ആയിട്ട് SFI ജയിപ്പിച്ചും ഒക്കെ അതിന് അധ്യാപകർ ഒത്താശ ചെയ്തും ഒക്കെ ഇത്ര കാലം 1969 സ്ഥാപിച്ചത്. അത് ഇന്ദിരാഗാന്ധിയാണ് സ്ഥാപിച്ചത്. അച്ഛൻ്റെ പേരിൽ ഇടത് പക്ഷക്കാർക്ക് വേണ്ടി സ്ഥാപിച്ചു കൊടുത്തൊരു സർവകലാശാലയായിട്ടാണ് കരുതപ്പെടുന്നത്. മാത്രമല്ല ഇടത് വിദ്യാർത്ഥികളൊക്കെ ധാരാളം ദേശവിരുദ്ധ മുദ്രാവാക്യങ്ങളൊക്കെ ഉയർത്തുന്നതാണ്. ഇസ്ലാമിക. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ചില വിദ്യാർത്ഥികളൊക്കെ ഇപ്പോൾ UAP ഒക്കെ ചുമത്തപ്പെട്ടൊക്കെ ജയിലിലും ഒക്കെ ഉണ്ട്. ഈ ഗീലാനിക്ക് വേണ്ടിയൊക്കെ മുദ്രാവാക്യം, പാർലമെന്റ് ആക്രമിച്ച ആളുകൾക്ക് വേണ്ടി മുദ്രാവാക്യം, ഈ കശ്മീർ
വിഘടനവാദികൾക്ക് വേണ്ടി വാദിക്കുന്ന അരുന്ധതി റോയെ പോലുള്ളവർക്ക് വേണ്ടി മുദ്രാവാക്യങ്ങൾ, അത്തരം നാടകങ്ങൾ, ഇതൊക്കെ നടത്തുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനൊരു സ്ഥലത്ത് ഇത് വരുന്നത് ഒരു വലിയ മാറ്റം ആണ്. ഇത് 1969 JNU സ്ഥാപിക്കാനായിട്ടുള്ള ഒരു ആക്ട് പാർലമെൻറ്റിൽ വന്നത്. അപ്പോൾ ഇവിടെ പല സ്ഥലങ്ങളും വിമാനത്താവളങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ നെഹ്റു കുടുംബത്തിൻ്റെ പേരിൽ വേണമല്ലോ. രാജീവ് ഗാന്ധിയുടെ പേരുൾപ്പെടെയൊക്കെ, വേറെ ആരുടെയും പേരൊന്നും വേണ്ട. അത് ഇന്ദിരാഗാന്ധിയുടെ പേര്, രാജീവ് ഗാന്ധിയുടെ പേര്, ഇനിയിപ്പോൾ രാഹുലിൻ്റെയും പ്രിയങ്കയുടെയും പേര് മാത്രമേ ഇടാൻ ബാക്കിയുള്ളൂ. പിന്നെ ധാരാളം പ്രതിമകളുണ്ട് ഇവരുടെയൊക്കെ. അപ്പോൾ ഇത് ആദ്യമായിട്ട് 1969 വരുമ്പോൾ G. പാർത്ഥസാരഥി ആയിരുന്നു ആദ്യത്തെ വൈസ് ചാൻസലർ. IFS സ്ഥാനപതിയൊക്കെ ആയിരുന്ന ആള്. പ്രൊഫസർ മോണിസ് റാസ ആയിരുന്നു ഫൗണ്ടർ ചെയർമാനും റെക്ടറും. ആ ബില്ല്, യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാനുള്ള ബില്ല് രാജ്യസഭയിൽ 1965 സെപ്റ്റംബർ 1 വന്നത്. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി MC ചഗ്ല ആണ്. അത് MC ചഗ്ല ഈ നമ്മുടെ ഗാന്ധിയെ കൊന്ന ഗോഡ്സെ ആ വിചാരണയെ സംബന്ധിച്ചിട്ട് ചഗ്ല ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹമാണ് ആ അപ്പീൽ വിചാരണ നടത്തിയത്. രാം ചരണും ചഗ്ലയും. അപ്പോൾ ചഗ്ല ആ ഭാഗം നന്നായിട്ട് വിവരിച്ചിട്ടുണ്ട്, ആ വിചാരണയുടെ ഭാഗമൊക്കെ. ഗോഡ്സെ ഈ കാരണം വിശദീകരിക്കുമ്പോൾ പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു കോടതി മുറിയിൽ എന്നൊക്കെ പറയുന്നുണ്ട്. മർഡർ ഓഫ് മഹാത്മാ എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല ചില സ്ത്രീകളൊക്കെ ഇങ്ങനെ കണ്ണീരൊഴുക്കി എന്നൊക്കെ അതിൻ്റെ അകത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് ഈ രാജ്യസഭയിൽ ഈ ബില്ലിൻ്റെ ചർച്ചയിൽ ഭൂഷൺ ഗുപ്ത എന്ന് പറഞ്ഞ MP പറഞ്ഞു, ഇത് സാധാരണ ഒരു സർവകലാശാലയായിട്ട് ഇരുന്നാൽ പോരാ, പുതിയ ഫാക്കൽറ്റികളൊക്കെ വേണം, മാത്രമല്ല അതിൽ സയൻറ്റിഫിക് സോഷ്യലിസം, ശാസ്ത്രീയ സോഷ്യലിസം പഠിപ്പിക്കാനായിട്ടുള്ള വകുപ്പും വേണം എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ഈ എന്തായാലും സോഷ്യലിസം പഠിപ്പിക്കാനുള്ളൊരു ഫാക്കൽറ്റി ഒന്നും ഉണ്ടായില്ല എങ്കിൽ പോലും പിൽക്കാലത്ത് അവിടെ ഈ PC ജോഷിയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്താക്കിയല്ലോ. അതുപോലെ K. ദാമോദരനും ഈ ഹംഗറി, മറ്റേ സോവിയറ്റ് യൂണിയൻ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം തന്നെയായ ഹംഗറിയെ ചെക്കോസ്ലോവാക്കിയൊക്കെ ആക്രമിച്ചല്ലോ. ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം വേറൊരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തെ തന്നെ ആക്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കേട്ടുകേൾവിയില്ലാത്ത സാധനമാണ്. ആ സമയത്ത് ആ ഹംഗറിയിലേക്ക് സോവിയറ്റ് ടാങ്കുകൾ ഉരുളുന്നതിലൊക്കെ പ്രതീക്ഷിച്ച അച്യുതമേനോൻ കുറച്ച് നാളത്തേക്ക് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരുന്നു. K. ദാമോദരൻ വീട്ടിൽ പോയിട്ട് എന്തൊക്കെയോ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് അച്യുതമേനോനെ തിരിച്ചു കൊണ്ടുവരുന്നതാണ്. അങ്ങനെയൊക്കെ ചരിത്രമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പാർട്ടി പിന്നെ ജോഷി കോൺഗ്രസിൻ്റെ കൂടെയും നെഹ്റുവിൻ്റെ കൂടെയൊക്കെ നടന്നിരുന്ന ഒരാളാണ്. മാത്രമല്ല ബ്രിട്ടീഷ് ചാരനുമായിരുന്നു അദ്ദേഹം. ബ്രിട്ടന് പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ ചോർത്തി കൊടുത്തത് ഒക്കെ ഉള്ളതൊക്കെ ബ്രിട്ടീഷ് രേഖകളിലൊക്കെ ധാരാളം ഉള്ളതാണ്. അദ്ദേഹം കവറിങ് ലെറ്ററൊക്കെ അന്നത്തെ വൈസ്രോയ്ക്കും ഒക്കെ എഴുതുന്നതും. അപ്പോൾ ഈ പാർട്ടിയുടെ പിന്നെ നായനാരെ തന്നെ കയ്യൂർ സമരത്തിൽ പിടിച്ച് ജയിലിലിട്ടിരിക്കുകയാണ്, അദ്ദേഹത്തിനെ വിട്ടയച്ചാൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ അന്ന് ബ്രിട്ടീഷുകാർക്കൊക്കെ ഈ അതായത് ക്വിറ്റ് ഇന്ത്യ സമരം മറ്റേ ആ കാലത്ത് ഈ ജർമ്മനി സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ജനകീയ യുദ്ധമായി എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടൻ്റെ കൂടെ ചേർന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അങ്ങനെയാണ് ഈ അത് ജനകീയ യുദ്ധമായി എന്ന് പറഞ്ഞിട്ട് ഇവിടെ പീപ്പിൾസ് ഡെമോക്രസി, ദേശാഭിമാനി ഇങ്ങനെ പത്രങ്ങളൊക്കെ തുടർന്നപ്പോൾ ബ്രിട്ടൻ്റെ സാമ്പത്തിക സഹായം കൊണ്ടാണ് അതൊക്കെ മുന്നോട്ട് പോകുന്നത്. ആ കാലത്താണ് ഈ ഒരു ബ്രിട്ടീഷ് ഏജൻ്റായിട്ട് ജോഷിയും പല സഹാക്കളും ഒക്കെ മാറിയത്. അപ്പോൾ ഈ ജോഷിയെ പാർട്ടി പുറത്താക്കി കഴിഞ്ഞപ്പോൾ ജോഷിയും K. ദാമോദരനും കൂടി ഒരു പ്രത്യേക പ്രോജക്റ്റ് JNUവിൽ കൊടുത്തു. അതിൽ ചിലപ്പോൾ KN പണിക്കർക്കൊക്കെ എന്തെങ്കിലും റോൾ ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അവർ ഒരു പാർട്ടി പ്രോജക്റ്റ്, ഇവരുടെ കുറേ
ഡോക്യുമെൻസും ഒക്കെ ഇവരുടെ കയ്യിലുണ്ടായിരുന്നൊക്കെ അവിടെ കൊടുത്തു. ഇപ്പം ധാരാളം കമ്മ്യൂണിസ്റ്റ് ഡോക്യുമെൻറ്റുകൾ ആർക്കൈവ്സിൽ സൂക്ഷിച്ചിട്ടുള്ള സ്ഥലമാണ് JNU. അങ്ങനെയാണ് അവർ മാർസ് കംസ് ടു ഇന്ത്യ എന്ന് പറഞ്ഞൊരു പുസ്തകം ഈ ജോഷിയും ദാമോദരനും കൂടി എഴുതിയിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ടത്. ആദ്യമായിട്ട് ബാലഗംഗാധര തിലകനാണ് ഈ മാർസിൻ്റെ പേരൊരു ലേഖനത്തിൽ ഇന്ത്യയിൽ ഉപയോഗിച്ചത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള മാർസിൻ്റെ ജീവചരിത്രം എഴുതി. അല്ല, അദ്ദേഹം ഗാന്ധിയുടെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട് കേട്ടോ. മാർസിൻ്റെ ജീവചരിത്രം എഴുതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മാർസിൻ്റെ ജീവചരിത്രം അദ്ദേഹം ലാലാ ഹർദയാൽ മോഡേൺ റിവ്യൂവിൽ നിന്ന് കോപ്പി അടിച്ചതായിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്നുള്ള വാസ്തവം അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല. അങ്ങനെ കോപ്പി അടിച്ചതാണ്. ഒരു ദീർഘമായ പ്രബന്ധം അന്ന് രാംനാഥ് ചാറ്റർജി എന്ന് പറഞ്ഞ ഒരാൾ കൽക്കട്ടയിൽ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ്. മോഡേൺ റിവ്യൂവിൽ ലാലാ ഹർദയാൽ മാർസിനെ പറ്റി ഒരു ദീർഘമായ ലേഖനം എഴുതിയിരുന്നു. അതൊക്കെ ഒപ്പിയടിച്ചതാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ആ ലാലാ ഹർദയാലിൻ്റെ ലേഖനം ഞാൻ മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്തിട്ടുണ്ട്. അത് ഗ്രന്ഥാലോകത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. അത് പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് ഗ്രന്ഥാലോകത്തിൻ്റെ പത്രാധിപരായിരുന്ന സഖാവ് S. രമേശനെ പാർട്ടി പുറത്താക്കുകയും ചെയ്തു ഗ്രന്ഥാലോകത്തിൻ്റെ പത്രാധിപർ സ്ഥാനത്ത്. കാരണം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഈ കോപ്പിടിക്കാരനാണെന്നുള്ള കാര്യമൊക്കെ അതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നു. അപ്പം ഇങ്ങനെ ഒരു മാർക്സിസ്റ്റ് ഡെൻ ആയിരുന്ന JNUവിൽ ഒരു ഹിന്ദുമതം പഠിപ്പിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ അവിടെ വന്നിട്ടുള്ള വൈസ് ചാൻസലർക്ക് ഈ കാര്യങ്ങളിലൊക്കെ താല്പര്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു പുതിയ തുടക്കമാണെന്ന് തന്നെ പറയാം. അതൊരു പുതിയ തുടക്കമാണ്. അപ്പോൾ ഹിന്ദുമതത്തിൻ്റെ ശാഖകളായിട്ടാണല്ലോ ഈ ബുദ്ധമതത്തിനെയും ജൈനമതത്തിനെയും ഒക്കെ കാണേണ്ടത്. അപ്പോൾ അതുമൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഇത് പഠിപ്പിക്കാനും ഒക്കെ അത്തരം ആയി വരും എന്ന് നമുക്ക് കരുതാം. അതല്ലാതെ ഇതിൻ്റെ പ്രൊഫസർമാരായിട്ട് മാർക്സിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് പഠിക്കാനും SFIക്കാർ തന്നെ ഉണ്ടായി എന്ന് വരാം. ഏതോ ഈ ഹിന്ദുമതം പഠിക്കാനായിട്ട്. എന്നാലും കുഴപ്പമില്ല. അവർ കുറച്ച് കഴിയുമ്പോൾ ഈ മറ്റേ കുംഭമേളയ്ക്കൊക്കെ പോയിട്ട് അവിടെയൊക്കെ മുങ്ങി പാപങ്ങളെല്ലാം കഴുകി പിന്നെ സന്യാസിമാരൊക്കെ ആയിട്ട് മാനസാന്തരപ്പെടുകയൊക്കെ ആണെങ്കിൽ അങ്ങനെയും ഹിന്ദുമതത്തിനെ കൊണ്ട് ഗുണമുണ്ടായി എന്ന് കരുതാം.